വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചില വിഷജന്തുക്കൾ നമ്മുടെ സമൂഹത്തിൽ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുക എന്നതാണ് ഈ വിഷജന്തുക്കളുടെ പ്രധാന ജോലി. സംഘപരിവാർ പ്രൊഫൈലുകളാണ് ഈ വ്യാജ പ്രചരണത്തിൽ മുന്നിൽ നിൽക്കുന്നതെങ്കിലും കോൺഗ്രസ് ലീഗ് പ്രൊഫൈലുകളും ഈ വ്യാജ പ്രചരണം ഏറ്റുപിടിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയതായി സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിൽ നടക്കുന്ന ഒരു വ്യാജ പ്രചരണം ഒരു വീടിന്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടാണ്. ആ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന വ്യാജ പ്രചരണത്തിന്റെ ഒരു കാതൽ എന്ന് പറയുന്നത് 2018 പ്രളയത്തിൽ തകർന്ന വീടാണിതെന്നും ആ വീട്ടുടമസ്ഥർക്ക് ഈ നിമിഷം വരെ സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായവും ലഭിച്ചിട്ടില്ല എന്നും അവർ ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്നുമാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ പ്രചരിക്കുന്ന സംഘപരിവാർ പ്രൊഫൈലുകൾ പ്രചരിപ്പിക്കുന്ന ആ കാർഡാണ്. ആ കാർഡിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഈ വീട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, 2018 ഒരു ചിത്രമാണ്. ഇവർ ഇപ്പോഴും വാടക വീട്ടിലാണ്, അതിജീവിക്കുമെന്നൊക്കെ പറയാൻ എളുപ്പമാണ്. അതായത് മുഖ്യമന്ത്രി വയനാട് ദുരന്തത്തിന് ശേഷം പറഞ്ഞ ഒരു വാചകമുണ്ട്, പ്രളയം പോലെ തന്നെ കൊറോണ പോലെ തന്നെ നമ്മൾ ഇതിനെയും അതിജീവിക്കുമെന്ന്. അതിനെ പരിഹസിച്ചുകൊണ്ടാണ് ഈ കാർഡ് വലിയ രീതിയിൽ പ്രചരിക്കുന്നത്. ഇതിപ്പോൾ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റുകളിൽ ഒന്നായ ഇന്ത്യ ടുഡേ ഇതിനെ ഫാക്ട് ചെക്കിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ട്. അതിൽ തെളിഞ്ഞിരിക്കുന്നത് ഇത് 2018 പ്രളയത്തിലെ ചിത്രമേ അല്ല എന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ 2021 കൃത്യമായി പറയുകയാണെങ്കിൽ 2021 ഒക്ടോബർ 17 മഴക്കാലത്തെ തുടർന്ന് മഴക്കാല അപകടങ്ങളെ തുടർന്ന് കോട്ടയം ജില്ലയിലെ മുണ്ടക്കൈ പഞ്ചായത്തിൽ ഒരു വീട് തകർന്നതിൻ്റെ ചിത്രങ്ങളാണ്. ദ ന്യൂസ് മിനിറ്റ്, ഏഷ്യാനെറ്റ് ന്യൂസ് പോലെയുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ അന്ന് ഈ വീടിൻ്റെ ചിത്രം പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് 2018 പ്രളയബാധിതന്റെ വീടാണ് എന്ന വാദം അവിടെ തന്നെ പൊളിഞ്ഞു കഴിഞ്ഞു. ഇനി ഈ വീട്ടുകാർക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും ഇന്ത്യ ടുഡേ പരിശോധനയ്ക്ക് വിധേയമാക്കി. അവരുടെ പരിശോധനയിൽ ആദ്യം തെളിഞ്ഞത് 2022 മാതൃഭൂമി ന്യൂസ് ഇതേ വീട്ടുടമസ്ഥനായ ജബിയുടെ ഒരു ബൈറ്റ് ഇന്റർനെറ്റിൽ നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ ജബി എന്ന വീട്ടുടമസ്ഥ പറയുന്നത്, 2021 മഹാപ്രളയത്തിൽ ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടായിരുന്നു, വീട് കടന്നു പോയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സർക്കാർ വീട് വയ്ക്കാൻ 4 ലക്ഷം രൂപയും സ്ഥലം മേടിക്കാൻ 6 ലക്ഷം രൂപ, അങ്ങനെ 10 ലക്ഷം രൂപ തന്ന് ഞങ്ങൾ വീട് വെച്ച് കയറി താമസിക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരൊക്കെ മറ്റുള്ളവരൊക്കെ വെറുതെ അതും ഇതൊക്കെ പറയുന്നതാണ്. ഞങ്ങൾക്കത് ബാധകമല്ല, ഞങ്ങൾ വീട് വെച്ച് താമസം തുടങ്ങി. തങ്ങൾക്ക് 6 ലക്ഷം രൂപ ഇതിനോടകം തന്നെ വീടിനാവശ്യമായ സ്ഥലം വാങ്ങാനായി സർക്കാരിൽ നിന്നും ലഭിച്ചു കഴിഞ്ഞു എന്നും ഇനി വീട് നിർമ്മിക്കാനായി 4 ലക്ഷം രൂപ നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുമാണ്. അതായത് 6 ലക്ഷം രൂപ വീട് നിർമ്മിക്കാനുള്ള സ്ഥലം വാങ്ങാനായി 2023 തന്നെ, അതായത് അപകടം നടന്ന് 2 വർഷത്തിനിപ്പുറം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായി. ഇതിനുശേഷം ഇന്ത്യ ടുഡേയുടെ ടീം മുണ്ടക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ സഹായത്തോടെ ഈ വീട്ടുകാരെ നേരിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പുതിയ വീട്ടിൽ താമസം തുടങ്ങിയെന്നും അവർക്ക് മൊത്തം 10 ലക്ഷം രൂപ സർക്കാർ ധനസഹായമായി ലഭിച്ചു എന്നും തെളിഞ്ഞു. 6 ലക്ഷം രൂപ സ്ഥലം വാങ്ങുവാനും 4 ലക്ഷം രൂപ വീട് നിർമ്മിക്കുവാനുമാണ് സർക്കാർ ധനസഹായം ലഭിച്ചത്. അതായത് ഈ സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിൽ കൂടി സംഘപരിവാർ പ്രൊഫൈലുകൾ പ്രചരിപ്പിക്കുന്ന ഈ കാർഡ് വെറും വ്യാജം മാത്രമാണ് എന്ന് നിസ്സംശയം തെളിഞ്ഞിരിക്കുകയാണ്. നമ്മൾ വലിയൊരു ദുരന്തത്തിൻ്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ, നമ്മൾ വലിയൊരു ദുരിതത്തിൻ്റെ നേരത്തുകൂടി കടന്നു പോകുമ്പോൾ ഇത്തരം വ്യാജ പ്രചരണം നടത്താൻ സംഘപരിവാറുകാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയാൻ കഴിയും. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒരേ സമയം സുതാര്യവും അതുപോലെ തന്നെ ഒരു തുറന്ന ഓഡിറ്റിങ്ങിനായി ഒരു വെബ്സൈറ്റിലൂടെ കണക്കുകൾ പുറത്തു വച്ചിരിക്കുന്ന, പൊതുസമൂഹത്തിൻ്റെ ദൃഷ്ടിയിൽ വച്ചിരിക്കുന്ന ഒരു ദുരിതാശ്വാസ നിധിയാണ്. മറ്റ് സംസ്ഥാനങ്ങളുടെ ദുരിതാശ്വാസ നിധിയേക്കാളേറെ സുതാര്യമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയാൻ കാരണങ്ങൾ പലതാണ്. ഒന്ന്, അത് CAG ഓഡിറ്റിങ്ങിന്, സംസ്ഥാന സർക്കാരിൻ്റെ അധികാരപരിധിക്കെല്ലാം പുറത്തുള്ള CAG ഓഡിറ്റിങ്ങിന് വിധേയമാകുന്ന ഒരു ദുരിതാശ്വാസ ഫണ്ടാണ്. അതിനു പുറമെ cmdrf.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ ഏതു വ്യക്തിക്കും ലോകത്തിൻ്റെ ഏതു കോണിൽ നിന്നും
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര രൂപ ഫണ്ട് ഏതൊക്കെ കാലയളവിൽ വന്നിട്ടുണ്ട് എന്നും അത് എന്തൊക്കെ ആവശ്യങ്ങൾക്കായാണ് ചിലവഴിച്ചിട്ടുള്ളത് എന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് രണ്ട് വകുപ്പുകൾ, റവന്യൂ വകുപ്പും ധനകാര്യ വകുപ്പും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു ഫണ്ടാണ്. അതുമാത്രമല്ല, ഗുണഭോക്താക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഫണ്ടുകൾ ബാങ്ക് ട്രാൻസ്ഫറായി നേരിട്ട് പോകുന്നത് കൊണ്ട് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ ഇടനിലക്കാർക്കോ അതിൽ നിന്നും ഒരു രൂപ സ്വന്തമാക്കാനാകില്ല എന്ന പ്രത്യേകതയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കുണ്ട്. ഈ വസ്തുതകളെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നവരുടെ ലക്ഷ്യം രാഷ്ട്രീയമാണ് എന്ന കാര്യം വ്യക്തമാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ നടത്തുന്ന ഒരു പുതിയ വ്യാജ പ്രചരണം കൂടി ഇന്ത്യ ടുഡേ പൊളിച്ചെഴുതിയിരിക്കുകയാണ്.